ഹായ് ഓൾ, ഞാൻ കരൂരിൽ നിന്നും മധുരയിലോട്ട് നടത്തിയ ഒരു ഒറ്റയാൾ യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ ഞായറാഴ്ച ചിലവഴിച്ചത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി സ്ത്രീകൾ തനിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും Booking.com അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് വഴിയിട്ട് ബുക്ക് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം ഇത് പറയാനുള്ളൊരു റീസൺ, എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് മധുരയിൽ നിന്ന് മാത്രമല്ല, കന്യാകുമാരിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവർ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ടോ, അല്ലെങ്കിൽ വലിയ താലിയാണോ, കാലിൽ മിഞ്ചിയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള വളരെ കാര്യമായിട്ട് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് മധുര മീനാക്ഷിയിൽ തൊഴാൻ വേണ്ടി ചെന്നതായിരുന്നു. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴത്തെയും പോലെ ഞാൻ അങ്ങനെ സിന്ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു നമ്മൾ വേറെ സെറ്റപ്പിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുമാതിരി അർത്ഥം വെച്ചുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളന്ന് വഴക്കുണ്ടാക്കിയിട്ട് വേറെ റൂം Booking.com ബുക്ക് ചെയ്തിട്ടാണ് പിന്നീട് അമ്പലത്തിലൊക്കെ പോയത്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സാധാരണ രീതിയിൽ അങ്ങനെ തിരക്കൊന്നുമില്ല. ഇത്തവണ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗോപുരങ്ങളെല്ലാം പണി നടക്കുന്ന കാരണം മൂടി വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ പഴയ ഫോട്ടോയാണ്, ഇത് കഴിഞ്ഞ കൊല്ലം വന്ന സമയത്തെ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ തൊഴുത് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ലോക്കൽ ബസ്സിലാണ് പോയത്. ഇങ്ങോട്ട് വന്നത് ഞാൻ വോൾവോയിലായിരുന്നു. അങ്ങോട്ട് ലോക്കൽ ബസ് തന്നെ എടുത്തു. ലോക്കൽ ബസ്സിൽ എനിക്ക് മൊത്തം 151 രൂപ മാത്രമേ യാത്രയ്ക്ക് എടുത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ